1,00,000 എടുത്ത് ബെനിഫിറ്റ്. അനദർ റീസൺ ഫോർ TXO സക്സസ്. മെയിൻലി ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സെഗ്മെന്റിൽ തന്നെ ഞാൻ വേറെ വെഹിക്കിൾസിൽ കണ്ടിട്ടില്ല. ഞാൻ വേണം ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രമാത്രം എഞ്ചിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ മഹീന്ദ്രയ്ക്ക് ഒരു ഹോബിയുണ്ട്. എപ്പോൾ കൊണ്ട് വണ്ടി ഇറക്കിയാലും പിടിച്ച് കുലുക്കും മാർക്കറ്റിനെ. അപ്പോൾ നമ്മുടെ താർ എടുത്താലും താർ റോക്സ് എടുത്താലും ഇപ്പോൾ വന്നേക്കുന്ന B6 എടുത്താലും അതിനൊക്കെ തൊട്ട് മുമ്പ് മഹീന്ദ്ര ലോഞ്ച് ചെയ്ത് മാർക്കറ്റിനെ പിടിച്ച് കുലുക്കിയ ഒരു മോഡലാണ് നമ്മുടെ മഹീന്ദ്രയുടെ 3XO എന്ന് പറയുന്നത്. നമ്മൾ പോലും അന്ന് റിവ്യൂ ചെയ്ത സമയത്ത് നമുക്കന്ന് സബ്സ്ക്രൈബേഴ്സോ നിങ്ങളെപ്പോലെ ഇത്രമാത്രം ഫോളോവേഴ്സോ ഒന്നും ഇല്ല. നമ്മൾ തുടക്കകാലത്ത് പോലും നമ്മളായിട്ട് വീഡിയോയ്ക്ക് മില്യൺസ് ഓഫ് വ്യൂസ് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോർട്സൊക്കെ 3-4 മില്യനൊക്കെ വന്ന ഷോർട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ല. അതിന് വന്നതിൻ്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതുപോലെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് കമ്പനി ഇങ്ങനെ ഒരു വർക്കിലും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്ത്. അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ മഹീന്ദ്ര ഈ വരുന്ന മാർച്ച് 25 വരെ അഡീഷണൽ ആയിട്ട് ഒരു 1,00,000 രൂപയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. യെസ്, 1,00,000 രൂപ എടുത്ത് ബെനിഫിറ്റ്സ്, അതായത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കയറുന്നതിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മളോടൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഓഫർ എന്നുള്ളത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ വണ്ടികളുടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈനും കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു EV കാറുകളൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലൊരു ഗ്രില്ലൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു സ്റ്റൈലിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ എയർ ഫ്ലോയ്ക്കുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നമ്മുടെ പണ്ട് മഹീന്ദ്രയുടെ പുതിയ ലോഗോ വന്ന കാലത്തുള്ള ഒരു ലോഗോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏതാണ്ട് പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലൊരു DRL, പ്രൊജക്ടർ ലാമ്പ് അല്ല, മെയിൻ ലാമ്പ് ഇതായിരിക്കും. പ്രൊജക്ടർ ലാമ്പ് ത്രൂ ഔട്ട് പോകുന്നൊരു DRL വരുന്നുണ്ട്. നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി ഉള്ള പോലെ തന്നെ നമ്മുടെ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഫുൾ ഓപ്ഷനാണിത്. അതുകൊണ്ട് തന്നെ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മൾ ബൂട്ട് സ്പേസും കൂടെ ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ അനദർ റീസൺ ഫോർ 3XO സക്സസ്. നമ്മൾ വണ്ടി കണ്ടാൽ ഇത്രയും ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് തോന്നത്തില്ല, പക്ഷേ നല്ല വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഇവരായൊരു വൈൽഡ് കളറാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്. അല്ലാത്ത വരുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് സീറ്റിൻ്റെ സ്പേസ് ആണ്. എന്തുമാത്രം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് നോക്കി. ഇതിപ്പം എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ ഇട്ടപ്പോൾ തന്നെ എന്തോരം സ്പേസ് ഉണ്ടെന്ന് നോക്കി. ഇത് മാത്രമല്ല വേറെ കളറുകളുണ്ട്. നമുക്ക് നല്ലൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. വലിയൊരു പനാറോമിക് സൺറൂഫ് വരുന്നുണ്ട്. മറ്റേ ചെറിയ ഓപ്ഷൻ മോഡൽസ് വരുമ്പോൾ ചെറുതാണ്, പക്ഷേ ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പനാറോമിക് സൺറൂഫും അവന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്പേസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം അടയ്ക്കുമ്പോൾ തന്നെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡോറുകളാണ് ഇവനും കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സീറ്റിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റീറിങ് ഭയങ്കര നല്ല സ്മൂത്താട്ടോ. വളരെ ലൈറ്റായിട്ട് നമുക്ക് ഈ ടൗണിൽ കൂടെ ഇങ്ങനെ ഒരു വെള്ളം കൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സ്മൂത്തായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ ഒരു സ്റ്റീറിങ്ങുമാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻലി ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സെഗ്മെൻറ്റിൽ തന്നെ ഞാൻ വേറെ വെഹിക്കിൾസിൽ കണ്ടിട്ടില്ല ഡ്യുവൽ AC. നമ്മൾ BM-ലൊക്കെ കണ്ടത് നമ്മുടെ വണ്ടിക്കകത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 സൈഡിൽ നമുക്ക് ഓരോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഡ്യുവൽ സോൺ AC വരുന്നുണ്ട്. നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു 3 ഡ്രൈവ് മോഡൂടെ വരുന്നുണ്ട് കേട്ടോ. അതാണ്ട് സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഈ പറയുന്ന പോലെ ഒരു സിറ്റി മോഡാണ്. സൂം എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർഫുൾ ഒരു സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ആ ഒരു പവറിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പവറിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇതിന് ആക്ച്വലി 3 എഞ്ചിൻ ഓപ്ഷൻ അവൈലബിളാണ്. 1.2-ൻ്റെ അത് തന്നെ പെട്രോൾ 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. ഒന്ന് TGDA എന്ന് പറഞ്ഞാൽ അവരുടെ പുതിയ നെയിമിങ് കറക്റ്റാണെന്ന് എനിക്കല്ല, TGDA ഒരു പുതിയൊരു ടെക്നോളജിയാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ പവർ 230 Nm ടോർക്കൊക്കെ വരുന്നുണ്ട്. 2 ടർബോ പെട്രോൾ തന്നെയാണ്. ഏറ്റവും ബേസ് ആണെങ്കിൽ അത്രയും വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന പെട്രോൾ എഞ്ചിനാണ്. പിന്നെ ഓട്ടോമാറ്റിക് വരുമ്പോൾ അതിൻ്റെ ടോർക്ക് കൺവേർട്ടർ, ഇപ്പോൾ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. 80 ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ മെയിൻലി വരുന്നത് നമുക്കൊരു ഡീസൽ ഓപ്ഷനും കൂടെ, ഡീസൽ വെഹിക്കിൾ ഓപ്ഷനും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുമ്പ്, അതായത് മാർച്ച് 25 മുമ്പ് നിങ്ങൾ ഏത് മഹീന്ദ്രയുടെ ഷോറൂമിൽ വിസിറ്റ് ചെയ്താലും അഡീഷണൽ ആയിട്ടൊരു 1,00,000 രൂപയുടെ ഡിസ്കൗണ്ടാണ് കമ്പനി ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. അത് ഭയങ്കര നല്ലൊരു ഡിസ്കൗണ്ട് അല്ല, 1,00,000 രൂപയുടെ ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് കൊടുക്കുക. അത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് സ്റ്റീറിങ് നല്ല ലൈറ്റാണ്. നമ്മൾ സൂമിലിട്ട് കഴിഞ്ഞാൽ ഇതാണ്ട് അത്യാവശ്യം നല്ലൊരു ആക്സലറേഷൻ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങും ഭയങ്കര അടിപൊളിയാട്ടോ. ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചത്. നമുക്ക് ലെഫ്റ്റിലെ ബ്രോ, ഇതാണ് ഈ പല വണ്ടി ഓടിക്കുമ്പോഴത്തെ പ്രശ്നം. മറ്റേ ഇൻഡിക്കേറ്റർ എവിടെയാണ്, വൈപ്പർ എവിടെയാണെന്നുള്ളത് നമുക്ക് തെറ്റി പോകും. ഓക്കെ,
നമ്മൾ കയറി. സസ്പെൻഷൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനാണ്. വണ്ടി കൊള്ളാം. ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പഴയ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം, അത് കയറി കണ്ടാൽ മതി. പക്ഷേ കൊള്ളാം. നമ്മൾ ഈ വൈറ്റ് ഇൻറ്റീരിയർ മറ്റേ ടോപ്പ് എൻഡിലേ ഉള്ളൂ, അല്ലാത്ത ബ്ലാക്ക് ഇൻറ്റീരിയർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു വെഹിക്കിളാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം എന്നെ വിളിക്കുന്ന പലർക്കും റെക്കമെൻഡേഷൻസിൻ്റെ പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പം എന്താണെങ്കിലും ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ഇപ്പോൾ ഈ ഓഫറും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് മാക്സിമം ബെനിഫിഷ്യൽ ആക്കാനുള്ളത്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എത്രമാത്രം എൻജിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത് അത് കാണുമ്പോൾ മനസ്സിലാവും. എത്രമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളതല്ല, എത്രമാത്രം സ്മൂത്താണെന്നുള്ളത്. വളരെ നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ ഈ രീതിയിൽ കയറിക്കോളും. പിന്നെ ഇതിൻ്റെ അകത്ത് സേഫ്റ്റിയുടെ കേസിൽ ബേസ് വേരിയൻ്റ് തൊട്ടിട്ട് നമുക്ക് 6 എയർ ബാഗുകൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും വലിയൊരു പാനോറാമിക് സൺറൂഫാണ് കേട്ടോ. ബേസ് വേരിയൻ്റ് ചെറിയ സൺറൂഫ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, സിംഗിൾ പാൻ വരുന്നുണ്ട്. ഇത് വരുമ്പോൾ വലിയൊരു സൺറൂഫാണ് കൊടുത്തത്. കാരണം മൊത്തത്തിൽ വണ്ടി നമുക്ക് ടൗണിൽ കൂടെയൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വളരെ ഈസി പീസ് ഓഫ് വെഹിക്കിളെന്ന് നമുക്കിതിനെ വിളിക്കാൻ പറ്റും.